നമസ്കാരം. ഒടുവിൽ നമ്മുടെ തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ റഡാറിൽ പതിഞ്ഞു. സേലിംഗം ആരംഭിക്കുന്നു. ഈ തിങ്കളാഴ്ച, ഇന്നിപ്പോ ശനിയല്ലേ, തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം എനിക്ക് തിങ്കളാഴ്ച മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി, ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും അന്വേഷിച്ചു പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് ഒന്ന് വിൽ ഡു, ഞാൻ ആ കാര്യം അന്വേഷിച്ച് തരാം. ടെറിബിളി ടൈ ഡൗൺ ഓൺ സം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാറ്റേഴ്സ്. കേന്ദ്ര സർക്കാരിന്റെ എന്തോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമായപ്പോഴാണ്, വെള്ളി ഇന്നലെയാണ് മാതൃഭൂമി, രാവിലെ തന്നെ എനിക്ക് മാതൃഭൂമി നിരവധി പേർ അയച്ചു തന്നു. ഓൺലൈനും ഹാർഡ് കോപ്പിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് പലരും അയച്ചു തന്നുകൊണ്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന കണ്ടോ, സ്റ്റോറി എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് അയച്ചു തന്നു. നമ്മുടെ തുറമുഖം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ പത്രങ്ങളും കള്ളം പറയില്ല എന്ന് നമുക്ക് നേരത്തെ അങ്ങനെ വ്യത്യാസമുണ്ട്. ചില പത്രങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയും, ചിലർ നമ്മുടെ തുറമുഖത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും, ചിലർ ഇടയ്ക്ക് സത്യം പറയും, 99% കള്ളവും പറയും. മാതൃഭൂമിയുടെ റിപ്പോർട്ട് ഞാനത് ഉടനെ തന്നെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. റിപ്പോർട്ട് അയച്ചിട്ട് ഞാൻ ചോദിച്ചു, മേ ബി ദ ഡിസ്കഷൻ യു മെൻഷൻ, കേന്ദ്ര സർക്കാരിൽ നിങ്ങൾ തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞത് ഈ വിഷയം സംബന്ധിച്ചായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം യെസ്, ഇത് തന്നെയായിരുന്നു വിഷയം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനി ഇനിഷ്യേറ്റീവ് ഫ്രം ദെയർ സൈഡ്, കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തുടക്കം, ഒരു മുൻകൈയെടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫോർ എ ചേഞ്ച് ഇറ്റ് വാസ് ദ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ദാറ്റ് ഓർഗനൈസ്ഡ് ദിസ് മീറ്റിംഗ്. കേന്ദ്രത്തിലെ കപ്പൽ മന്ത്രാലയമാണ് ഈ മീറ്റിംഗ് വിളിച്ചത്. അപ്പൊ എനിക്ക് പഴയൊരു ഓർമ്മ വന്നു. ഇതേ കപ്പൽ മന്ത്രാലയത്തിന്റെ മന്ത്രി വിഴിഞ്ഞത്തിന്റെ ഫയൽ 20-25 വർഷം മുമ്പായിരിക്കും വലിച്ചെറിഞ്ഞു. അതേ കപ്പൽ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ന് നമ്മുടെ തുറമുഖത്തിനെ സംബന്ധിച്ച് പ്രത്യേക യോഗം ചേർന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിടുന്നില്ല. ഞാൻ ചോദിച്ചു, എനി ഔട്ട്കം, മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും. നമുക്ക് കാര്യം അതാണല്ലോ അറിയേണ്ടത്. വെറുതെ മീറ്റിംഗ് കൂട്ടിയിട്ട് എന്താ കാര്യം? മീറ്റിംഗിൽ എന്തെങ്കിലും ഫലമുണ്ടായോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചു അദ്ദേഹം. ഞങ്ങൾ 27 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. 27 മിനിറ്റ്. നമുക്ക് 2025 മെയ് മാസം 2-ാം തീയതിയിലോട്ട് പോകാം. എന്തായിരുന്നു അന്നത്തെ പ്രത്യേകത? അന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ തുറമുഖത്തെ രാജ്യത്തിന് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യമായിട്ട് ഈ തുറമുഖം വരുന്നത് അന്നാണ് എന്നാണ് എനിക്ക് 27 മിനിറ്റ് സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കൂടി അദ്ദേഹം ഇവിടെ വന്നു. 23/1/26 ജനുവരി മാസം 23-ാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJPക്ക് ലഭിച്ചതിന്റെ ഭാഗമായിട്ട് തലസ്ഥാനത്തിന്റെ പാക്കേജ് അനൗൺസ് ചെയ്യാൻ അദ്ദേഹം വന്നു. അവിടെ നമ്മളെ നിരാശരാക്കി. അദ്ദേഹം കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, തലസ്ഥാനത്തെ കുട്ടികൾ, കൊല്ലം ജില്ലയിലെ കുട്ടികൾ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിരവധി കുട്ടികൾ, 1000-2000, നിർമ്മല ഭവൻ, പട്ടം ഗേൾസ് തുടങ്ങിയ സ്കൂളുകളിൽ ഏതെങ്കിലും സ്കൂളുകൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, 1000-2000 കത്തുകളാണ് അവിടെ ചെന്നുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ, കത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇത്രയും പോസ്റ്റ് കാർഡുകൾ അവിടെ എത്തുമ്പോൾ അതെന്താണെന്ന് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, പ്രധാനമന്ത്രി ആവണ്ട, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പോലും അതെന്താണ് അങ്ങനെ കാർഡുകൾ വരുന്നതെന്ന് അന്വേഷിക്കും.
എന്തായാലും അത്തരം കാർഡ് എഴുത്ത് അതിന് ഫലമുണ്ടായി. എന്റെ കാർഡ് എഴുത്ത് 86-ാം ദിവസമാണ്. ഇന്ന് 86-ാം ദിവസമാണ് ഞാൻ അദ്ദേഹത്തിന്, പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതുന്നത്. ആ കത്തിലെ വാചകം ഇങ്ങനെയാണ്. ആദ്യമൊക്കെ ഞാൻ പല കാര്യങ്ങളും എഴുതിയെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യത്തിലാണ് നിൽക്കുന്നത്. സബ്ജക്ട്: ഇന്ത്യ നമ്പർ 1 ത്രൂ TRV. നമ്മുടെ തുറമുഖത്തോടെ ഇന്ത്യ ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തുന്നു. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റഡ് ഓൺ 23/1/26. BJP ഭരണം കോർപ്പറേഷൻ കിട്ടിയ ആഘോഷിക്കാൻ വന്ന ദിവസമാണ്. Honorable Prime Minister stated on 23/1/26 that he will extend all support to make Trivandrum as one of the best cities in India. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു. In this regard, kindly constitute a task force to study the potential of TRV as the first transshipment port of India, which can elevate country to new heights. രാജ്യത്തെ പുതിയ തലങ്ങളിലോട്ട് ഉയർത്താൻ കഴിയുന്ന TRV എന്ന് പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന്റെ ഇമ്പാക്ട് രാജ്യത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് പഠിക്കുവാൻ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എഴുതുന്ന ഒറ്റ വരി അതാണ്. അപ്പോ അതിന് ഫലമുണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ നിയമിച്ചില്ലെങ്കിലും പ്രത്യേക മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹം എന്ന് തന്നെയാണ് 27 മിനിറ്റ് നേരത്തെ ചർച്ചയിൽ എന്നോട് പറഞ്ഞത്. കേന്ദ്ര കപ്പൽ മന്ത്രാലയത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തി. TRV എന്ന് പറയുന്ന പോർട്ട് അത് നാളെ രാജ്യത്തിന് നൽകാൻ പോകുന്ന സാധ്യതകൾ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്താണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ കാരണമായത്. അപ്പൊ നമ്മളെല്ലാവരും നിരാശരാണ്. അദ്ദേഹം ഇവിടെ വന്ന പ്രത്യേക പാക്കേജ് തലസ്ഥാനത്തിന് വേണ്ടി അനൗൺസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പലരും നിരാശരായി. ചിലര് TRVയെ കളിയാക്കാൻ അത് ഉപയോഗിച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? രാജ്യത്ത് ആദ്യമായിട്ട് കപ്പൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരെയും മറ്റ് മന്ത്രാലയങ്ങളെ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇനി ഭാവി മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച അവിടെ നടന്നു കഴിഞ്ഞു. ചർച്ചയുടെ വിശദാംശങ്ങളിലോട്ട് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു കാര്യം മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രീ വെല്ലിംഗ്ടൺ പെരേര, നേരത്തെയും ഈ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു നാവികനാണ്. അദ്ദേഹം വീണ്ടും 2000 പോസ്റ്റ് കാർഡ് ശ്രീ മോഹൻകുമാറിനെ ഏൽപ്പിച്ചു. ഒരു നാവികൻ കൂടി ആയതുകൊണ്ടായിരിക്കാം ഈ തുറമുഖത്തിന്റെ സാധ്യത, അതിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് അത്രയും താല്പര്യം കൂടുന്നത്. ഇനി നമുക്ക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്തായിരുന്നു? മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ് വിളിച്ചതെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ജോയിന്റ് സെക്രട്ടറി കേരള കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ശ്രീ വെങ്കടേശപതി എസ്. അദ്ദേഹമാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പങ്കെടുത്തത് ആരൊക്കെയാണ്? റെയിൽവേ മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, കൊമേഴ്സ് മന്ത്രാലയം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ, പിന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ. കേരളത്തിലെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വെച്ചു. തുരങ്കപാത, റെയിൽവേ കണക്ടിവിറ്റി, അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, കേരളത്തിനല്ല. കേരളത്തിന് താരതമ്യേന കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രയോജനം എടുക്കാൻ പോകുന്നത് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റുകളാണ് ഇതിന്റെ പ്രയോജനം എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് കേന്ദ്രം തന്നെ ഇതിന്റെ മുഴുവൻ തുകയും മുടക്കി റെയിൽവേയുടെ നിർമ്മാണം ഏറ്റെടുക്കണം. ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ, ഏകദേശം 360 കോടി രൂപയാണ് ക്ലോവർ ലീഫ്, നമ്മുടെ കണക്ടിവിറ്റിയിൽ വരുന്ന അത്രയും തുക എന്തായാലും കേരള സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുതൽ മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ NHAIയെ കൊണ്ട് അതും ചെയ്യിക്കണം. പിന്നെ ബങ്കറിംഗ്, അതിനുവേണ്ടിയാണല്ലോ പെട്രോളിയം മന്ത്രാലയത്തെ വിളിച്ചത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, കമേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇങ്ങനെ ഇനി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരണം. അതിനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ഉന്നതതല യോഗമാണ് നടന്നത്. അവിടെ ഇതുപോലുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉൽപാദനം കൂട്ടണമെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരണം. NH കണക്ട് ചെയ്യണമെങ്കിൽ, തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ദേശീയ ഹൈവേ മന്ത്രാലയം വരണം. ബങ്കറിംഗ് നടത്തണമെങ്കിൽ പെട്രോളിയം മന്ത്രാലയം വേണം. റെയിൽവേയുടെ വികസനം ഇന്നുള്ളതിനേക്കാൾ, ഇവിടെ ഇപ്പോൾ ഒരു പാതയെ കുറിച്ചാണ് പറയുന്നത്, നിർദ്ദേശം വെച്ചത് 2 പാതയും ഡബിൾ സ്റ്റാക്കുമാണ്.
അത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്, TRVയെ കുറിച്ച് പഠിക്കണം. TRV രാജ്യത്തിന് നൽകാൻ പോകുന്ന സംഭാവനകൾ എന്താണെന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ച് വിശദമായ പഠനം നടത്തി രൂപരേഖകൾ തയ്യാറാക്കണം എന്നുള്ള ആവശ്യം അതിന്റെ കേവല അർത്ഥത്തിലെങ്കിലും നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നുവരെ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്നുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല. അത് BJP ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം മാത്രമല്ല, തുറമുഖം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ കുറിച്ച് കുറഞ്ഞപക്ഷം ചിലർക്കെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ അതിന്റെ സാധ്യതകൾ കൂടും. ഈ സാഹചര്യത്തിൽ എനിക്കൊരു കണക്ക് ആവർത്തിക്കുവാനുള്ളത്, കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് തന്നെ രാജ്യത്തെ കയറ്റിറക്കുമതിക്കാർക്ക് TRV നേടിക്കൊടുത്തത് 1400 കോടി രൂപയാണ്. ഏകദേശം 37.6% കപ്പലുകൾ ആഭ്യന്തര പോർട്ടുകളിലോട്ട് പോവുകയോ വരികയാണ് ചെയ്തത്. അപ്പോ കയറ്റിറക്കുമതി നടത്തിയ 12,96,000 ശിഷ്ടം കണ്ടെയ്നറുകളിൽ 37.60% ആഭ്യന്തര കണ്ടെയ്നറുകളായിരുന്നു. അത് ആ ഇനത്തിൽ രാജ്യത്തെ കയറ്റിറക്കുമതിക്കാർക്ക് നേരിട്ട് 1400 കോടിയോളം രൂപ ഈ തുറമുഖം ഒറ്റ വർഷം ലാഭിച്ചു കൊടുത്തെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇത് 2 കിലോമീറ്റർ, കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന 5 കിലോമീറ്റർ എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുമല്ല നമ്മുടെ സ്വപ്നം 10 കോടി കണ്ടെയ്നറാണ്. ഒരുപക്ഷെ 10 കിലോമീറ്റർ ബർത്ത് എന്നുള്ള ആശയത്തിലോട്ട്, നമ്മുടെ സ്വപ്നത്തിലോട്ട് ഇവയൊക്കെ നടന്നെടുക്കുന്ന അതിന്റെ സൂചനകളാണ് ഈ യോഗങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഇനിയും ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര തലത്തിൽ നടക്കുമ്പോൾ പുതുതായി വരുന്ന സംസ്ഥാന സർക്കാർ ദയവ് ചെയ്ത് കേന്ദ്രവുമായി കൊമ്പ് കോർക്കാതെ ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിലെങ്കിലും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സ്ഥാപിച്ച് കേന്ദ്രത്തിനെ കൊണ്ട് കൂടുതൽ ദൗത്യങ്ങൾ ഏറ്റെടുപ്പിക്കുന്ന തരത്തിൽ ബോധപൂർവം ബുദ്ധിപൂർവം കരുക്കൾ നീക്കണമെന്നാണ് സെയിലിംഗ് മന്ത്രിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.